ന്യൂസ് മിക്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ബാർക്കോഴയിൽ കോൺഗ്രസ് നേതാക്കൾ കുടുക്കിയെന്ന നിലപാട് കടുപ്പിച്ച് കെ.എം. മാണി. പ്രശ്നപരിഹാരത്തിനുള്ള UDF യോഗം മാണി വിഭാഗം ബഹിഷ്കരിച്ചു. നേമത്തെ വോട്ട് ചോർച്ചയിൽ JDU അന്വേഷണം ആവശ്യപ്പെട്ടു. ബാർക്കോഴയിൽ കെ.എം. മാണിയെ കുടുക്കുന്നതിന് മുൻകൈയെടുത്തത് രമേശ് ചെന്നിത്തലയാണെന്ന് മാണി വിഭാഗം മുഖപത്രം പ്രതിച്ഛായ വിമർശിച്ചിരുന്നു. രമേശിന്റെ വസതിയിലായിരുന്നു UDF യോഗം. പ്രതിഷേധം പ്രകടമാക്കി മാണി വിഭാഗം നേതാക്കളാരും യോഗത്തിനെത്തിയില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫോണിൽ വിളിച്ചെങ്കിലും മാണി സംസാരിച്ചില്ലെന്നാണ് വിവരം. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോണിൽ കെ.എം. മാണി കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ വിസമ്മതിച്ചു. മാണി ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നുവെന്ന് PP തങ്കച്ചൻ. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഇന്നത്തെ സബ്ജക്ട് കമ്മിറ്റിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ നേതാക്കളുടെ യോഗത്തിൽ, കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. വരുന്ന മാസം 6-നും 7-നും ചേരുന്ന കേരള കോൺഗ്രസ് നേതൃക്യാമ്പ് വരെ അനുനയ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന കടുത്ത നിലപാടും കെ.എം. മാണി സ്വീകരിച്ചതായി സൂചനയുണ്ട്. നേമത്തെ വോട്ട് ചോർച്ചയിൽ പരിശോധന വേണമെന്ന് JDU ആവശ്യപ്പെട്ടു. ആതിരപ്പള്ളി പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് രമേശ് ചെന്നിത്തല യോഗത്തിൽ വച്ചു. 4-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരനെ ഒരു സംഘം മർദ്ദിച്ചു. പെരുമ്പിലാവ് സ്വദേശി P. ജിംഷാറിനാണ് മർദ്ദനമേറ്റത്. പുറത്തിറങ്ങാനുള്ള നോവലിന് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പേരിട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരൻ P. ജിംഷാറിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. 10:30 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിംഷാർ പോലീസിന് മൊഴി നൽകി. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം. പെരുമ്പിലാവ് സ്വദേശിയായ ജിംഷാർ കൂറ്റനാടുള്ള ഉമ്മയുടെ വീട്ടിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു മർദ്ദനമേറ്റത്. നട്ടലിന് പരിക്കേറ്റ ജിംഷാർ കൂറ്റനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്നുള്ള ഒരു കഥാസമാഹാരം DC അടുത്ത മാസം 5-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ കവർ പിക്കായ ചേർന്നിട്ട് നാട്ടിലൊരു പയ്യൻ പിന്നെ വളരെ മോശമായ രീതിയിൽ വാട്സപ്പിൽ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും നീ നാട്ടിലെത്തിയാൽ നിന്നെ കാണിച്ചു തരാമെന്നുള്ളൊരു ത്രെറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ന്യായമായിട്ട് സംശയിക്കുന്നത് ഈ പയ്യനെയും കൂനമുച്ചി പ്രദേശത്തെ SDPI അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനയിലെ ചെറുപ്പക്കാരെയാണ്. ഈ ഇഷ്യൂ ന്യായമായിട്ടും എനിക്കിപ്പോൾ സംശയമുള്ളത്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജിംഷാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പുതിയ നോവലായ പടച്ചോന്റെ ചിത്രപ്രദർശനം അടുത്ത മാസം 5-ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ജിംഷാറിന് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഞ്ചാബിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതാണ് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ കാരണമെന്ന് നവജോത് സിംഗ് സിദ്ധു. പഞ്ചാബിനേക്കാൾ വലുതല്ല തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും സിദ്ധു പറഞ്ഞു. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിൽ മൗനം പാലിച്ചു. രാജ്യസഭാംഗം രാജിവെച്ചതിന്റെ കാരണം വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കണ്ട നവജോത് സിംഗ് സിദ്ധു BJP നേതൃത്വത്തിനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ചു. പഞ്ചാബിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതാണ് രാജിക്ക് കാരണമെന്ന് സിദ്ധു വ്യക്തമാക്കി. 4 തവണ തിരഞ്ഞെടുപ്പിൽ ജയിച്ച താൻ അമൃത്സർ വിടുന്നത് എങ്ങനെയാണെന്നും സിദ്ധു ചോദിച്ചു. പഞ്ചാബിനേക്കാൾ മുകളിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും സിദ്ധു വ്യക്തമാക്കി. दुनिया की कोई पार्टी पंजाब से ऊपर नहीं, दुनिया की कोई पार्टी पंजाब से बड़ी नहीं. फिर कोई नफा नुकसान हो उसे झेलने के लिए नवजोत सिंह सिद्धू तैयार है. മോഡി തരംഗത്തിൽ പ്രതിപക്ഷം മാത്രമല്ല താനും മുങ്ങിപ്പോയെന്ന പ്രസ്താവനയിലൂടെ അമൃത്സറിൽ സീറ്റ് നിഷേധിച്ചതിലുള്ള കടുത്ത അതൃപ്തിയും സിദ്ധു രേഖപ്പെടുത്തി. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിൽ മൗനം പാലിച്ചു. ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് പഞ്ചാബിന്റെ താൽപര്യം എവിടെ സംരക്ഷിക്കപ്പെടുന്നുവോ അവിടെ താൻ ഉണ്ടാകും എന്നായിരുന്നു സിദ്ധുവിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചൈനയിലെ ബീജിംഗിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. കാറിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടയിലാണ് ഇവരെ പാർക്കിലെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പാർക്കിലെ സൈബീരിയൻ കടുവയുടെ ആക്രമണത്തിനാണ് ഇവർ ഇരയായത്. ബെയ്ജിംഗിലെ ബദലിംഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്.
ആക്രമണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീയെ കടുവ ആക്രമിച്ച് റോഡിലൂടെ വലിച്ചഴിച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ CCTV പതിഞ്ഞത്. സ്ത്രീയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അക്രമാസക്തനായ കടുവയുടെ മുൻപിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ആക്രമണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെങ്കിലും സ്ത്രീയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. 6000 ഏക്കർ പ്രദേശത്ത് പരന്നുകിടക്കുന്ന പാർക്കിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുമതിയുണ്ടെങ്കിലും വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ അനുമതിയില്ല. ഇത് മറികടന്ന് പുറത്തിറങ്ങിയതിനെ തുടർന്നാണ് ഇവർ ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ഡെസ്ക്. സോഫ്റ്റ്വെയർ ഭീമൻ യാഹുവിനെ വെരിസോൺ കമ്മ്യൂണിക്കേഷൻസ് വാങ്ങുന്നു. 34,000 കോടി രൂപയുടേതാണ് ഇടപാടെന്നാണ് സൂചന. വെരിസോണിന്റെ AOL ഇന്റർനെറ്റ് സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് യാഹു ഏറ്റെടുക്കൽ. സെർച്ച് എഞ്ചിൻ യാഹുവിന് ഒടുവിൽ ആശ്വാസം. ഇന്റർനെറ്റ് അധികായന്മാരായ വെരിസോൺ കമ്പനി യാഹുവിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് പുതിയ വാർത്തകൾ. 34,000 കോടി രൂപയുടേതാണ് ഇടപാട് എന്നാണ് ടെക് ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ. വെരിസോണിന്റെ AOL ഇന്റർനെറ്റ് സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് യാഹു ഏറ്റെടുക്കുന്നത്. യാഹു CEO സ്ഥാനം മറിസ മേയറിൽ നിന്നും AOLിലെ ടിം ആംസ്ട്രോങ് ഏറ്റെടുക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കമ്പനിയുടെ 35.5% ഓഹരികൾ യാഹു ജപ്പാൻ നിലനിർത്തും. ഏറ്റെടുക്കൽ വാർത്തകൾ പുറത്തുവന്നതോടെ ഓഹരി വിപണിയിൽ യാഹുവിന്റെ മൂല്യം കൂടി. യാഹു ഓഹരികൾക്ക് 0.6%, വെരിസോണിന് 1.3% മൂല്യമാണ് കൂടിയത്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ കൂടാതെ ജിമെയിലും മറ്റും നിരവധി സേവനങ്ങൾ നൽകി സൈബർ ലോകത്തെ അധികായന്മാരായതോടെയാണ് യാഹുവിന് ശനിദശ തുടങ്ങിയത്. നേരത്തെ കമ്പനി നേതാക്കളെ മാറ്റി പ്രതിഷ്ഠിച്ചെങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. പല വമ്പൻ കമ്പനികളും യാഹുവിനെ ഏറ്റെടുക്കാൻ വന്നിരുന്നുവെങ്കിലും അതൊന്നും ബലവും കണ്ടില്ല. ന്യൂസ് ഡെസ്ക്. ഓണം വിപണി ലക്ഷ്യമിട്ട് കോട്ടയം അതിരമ്പുഴയിൽ കരനെൽകൃഷിയും ജൈവ പച്ചക്കറിയും തുടങ്ങി. ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതിരമ്പുഴ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ അമ്മഞ്ചേരിയിലാണ് ഉപയോഗശൂന്യമായി കാട് കയറിക്കിടന്ന ഭൂമി തെളിച്ച് കരനെൽകൃഷിക്കായി വിത്ത് വിതച്ചത്. കൃഷിഭവനും മാന്നാനം സർവീസ് സഹകരണ ബാങ്കും ചേർന്നാണ് അതിരമ്പുഴ അമ്മഞ്ചേരിയിലെ 2 ഏക്കർ സ്ഥലത്ത് കരനെൽകൃഷിയും സമഗ്ര ജൈവകൃഷിയും ആരംഭിച്ചത്. തയ്യിൽ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോർജിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് സൗജന്യമായി കൃഷിക്ക് വിട്ടു നൽകിയത്. 120 ദിവസം കൊണ്ട് കൊയ്യാൻ പാകമാവുന്ന ഉമാവിത്താണ് കരനെൽ കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികളുടെ മേൽനോട്ടത്തിലാണ് കൃഷി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജൈവ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ മണ്ഡലത്തിലെ 5 ഇടങ്ങളിൽ കരനെൽ കൃഷി ആരംഭിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് K. സുരേഷ് കുറുപ്പ് MLA പറഞ്ഞു. ഇതിപ്പം ഈ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പങ്കെടുക്കുന്ന 4ാമത്തെ പരിപാടിയാണ്. ഇത്തരത്തിൽ ഈ കരകൃഷിയുടെ 4ാമത്തെ പരിപാടിയാണ്. കൃഷി വകുപ്പും മറ്റ് ആളുകളുമായിട്ടൊക്കെ സഹകരിച്ചിട്ട് ചെയ്യുന്ന പരിപാടി. കരനെൽ കൃഷി നടക്കുന്ന ഭൂമിയോട് ചേർന്ന് തന്നെ ഓണം വിപണി ലക്ഷ്യമിട്ട് ജൈവ പച്ചക്കറി കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. മാന്നാനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ വൈറ്റ്, കൃഷി ഓഫീസർ ഫസീല, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചാമ്മ എന്നിവരാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.